നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ട് തൃശ്ശൂർ ഉള്ളത്. നമ്മളിവിടെ നമ്മളിപ്പോൾ തൃശ്ശൂരുള്ളത്. നമ്മൾ ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു ഈവനിങ് തൃശ്ശൂർ എത്തിയതാണ്. വയറിന് ഇന്നലെ തൊട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു വയറിന് സുഖമില്ല, ചെറിയ പനിയുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ്. നമ്മളിന്ന് രാവിലെ ഇവിടെ ഒരു സൈക്ലിസ്റ്റുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അവർ നമുക്ക് ബുക്ക് ചെയ്ത് തന്നതാണ് ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ അവിടെ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡോക്ടറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടാണ്. അത് ക്ഷീണം മാറ്റിയാലേ നമുക്കൊന്നൊരു ഉഷാറാവുള്ളൂ. ആൾ ഓൾറെഡി എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കണമല്ലോ. ഇപ്പോൾ ഡൗൺ ആയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിൽ കാണിച്ച് ക്ലിയർ ആയിട്ട് വേണം നമുക്ക് തൃശ്ശൂർ ചുറ്റി കാണാൻ. ഇല്ലക്ക തൃശ്ശൂർ എത്തിയത് ഭയങ്കര സന്തോഷമല്ലേ? അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു വയറ്റിൽ പോയാൽ തീരെ പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ പാരസെറ്റമോളും കൊടുക്കാൻ മതി. തൃശ്ശൂരൊന്ന് ചുറ്റിക്കാണല്ലേ? ഞാൻ ഒരു ടയർ മാറ്റ ഡയറക്ടർ ഇങ്ങനെ 14 ഷോപ്പുണ്ട്. നമ്മളെ ഡിസ്ട്രിക്റ്റിലുണ്ടോ? മലപ്പുറത്ത് എടവണ്ണപ്പാറ. അവിടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം അവിടെയാണ് ഞങ്ങളുടെ 45,000 സ്ക്വയർ ഫീറ്റ് എടവണ്ണപ്പാറയിൽ. അങ്ങനെ രാവിലെ നമ്മൾ ജോബി മാഷ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ജോബി മാഷ് കൂടെ ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ വിചാരിച്ചിട്ട് നമുക്ക് ശരിക്കും സത്യം പറയുക നമ്മൾ സൈക്കിളായിട്ട് റൈഡ് ചെയ്ത് ചെന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഇതേപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. എല്ലായിടത്തൊന്നും ചിലപ്പോൾ നമുക്ക് സൈക്കിളായിട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ കാലമായിരുന്നു ഞാൻ ആതിരപ്പള്ളി വാട്ടർഫാൾസ്, വായിച്ചാൽ വാട്ടർഫാൾസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ജോബി മാഷ് പറഞ്ഞു നിങ്ങൾക്ക് തൃശ്ശൂർ എവിടെയെങ്കിലും ചുറ്റി കറങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രീ ആണ്, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോബി മാഷ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ നേരെ പോയത് ജോബി മാഷ് ഐഫ എന്ന് പറയുന്ന ഫർണിച്ചർ ഷോപ്പിലായിരുന്നു. അവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് അതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതൊരു ഫർണിച്ചറിൻ്റെ ലോകം തന്നെയാണ് മനസ്സിലായത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അടിക്കും. അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങൾ കുറേ നേരം അതൊക്കെ ചുറ്റിക്കണ്ട് ഒരുപാട് നേരം അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അവർക്ക് തൃശ്ശൂർ മാത്രമല്ല എല്ലാ കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും അവർക്ക് അതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് വീട് വെക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർണിച്ചർ മേടിക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഐഫ എന്ന് പറയുന്ന ഫർണിച്ചർ ഷോപ്പ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കാറൊക്കെ എടുത്തിട്ട് അപ്പത്തിന് തന്നെ ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ സത്യം പറയാൻ വിചാരിച്ചിട്ടുണ്ടായിന്. ആര്യന് നല്ല പനി ഉണ്ടായിരുന്നു, പോരാത്തതിന് വയറുവേദനയും. ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പം തൊട്ടേ അവന് ഞങ്ങളാകെ ടെൻസ്ഡ് ആയിരുന്നു. ഒന്നാമത് അവന് വയ്യ. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ ആര്യന് വയ്യായിരുന്നു. ഞങ്ങൾ നേരെ പോയത് പിന്നെ അന്ന് ഞായറാഴ്ച അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളൊരു തിരക്ക് തൃശ്ശൂർ ചെന്നിട്ട് എനിക്ക് ആകെ സങ്കടമായി പോയതാണ്. ഫുള്ള് ആ ടൈമിലൊരു 11 മണി സമയം വരെ ആക്സിഡൻറ്റ് കേസുകൾ ഉണ്ടായിട്ട് മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റാതെ കുറേ കഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സൈക്ലിംഗ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ നമുക്ക് ഡോക്ടറെ ബുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. ഒരു ഡോക്ടർ മരുന്ന് കുടിച്ചപ്പോഴത്തേക്കും ആരും ഓക്കെ ആയി. അത് ഭയങ്കര സന്തോഷം. അങ്ങനെ നേരെ ഞങ്ങൾ പോണ വഴിയിൽ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു. അവിടുന്ന് നല്ല ഊണ് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോബി മാഷിൽ പോണ വഴിയിൽ കയറ്റിയതാട്ടോ. ഇവിടെ എനിക്ക് പൊതുവേ വെറും ചോറ് ഇഷ്ടമല്ല. എന്നാൽ സദ്യ ടൈപ്പ് ചോറാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ ഇങ്ങനെ കുറേ ഉപ്പേരികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളി വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിച്ച് നേരെ പിന്നെ ഞങ്ങളെത്തിയത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനാണ്. ഇവിടേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും വരണം വിചാരിക്കും. ഇതുവരെ എന്തോ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ജോബി മാഷൊക്കെ കൂടെ വരാനായിരിക്കും നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ എന്തായാലും അവിടെ നൈസായിട്ട് എത്തി. സാധാരണ ഞങ്ങൾക്ക് ഏതെങ്കിലും ലൊക്കേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ സൈക്കിളിൽ അത്യാവശ്യം
ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടൊക്കെ അല്ലേ എത്തല്. ഇത് നമ്മൾ ഈസി ആയിട്ട് മാഷെ കൂടെ വന്ന് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ടൈം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈവനിങ് ആവോളം ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കാണണ്ട വിചാരിച്ചു. ഇതിന് അത്യാവശ്യം നടന്ന് കാണാനുണ്ടല്ലോ, അപ്പോൾ അവിടെ മാത്രം പോയാൽ മതി വിചാരിച്ചു. പിന്നെ തൃശ്ശൂർ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തതാണ്. ഇപ്പോൾ സൂ ആണെങ്കിലും അതേപോലെ 1-2 സ്ഥലങ്ങളൊക്കെ തൃശ്ശൂർ ഞങ്ങൾ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഇതൊന്നേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ടൈം എടുത്ത് തന്നെ കാണാൻ വിചാരിച്ച്. ഞാനിങ്ങനെ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിടുന്നല്ലാതെ കുറേ സിനിമകളിലൊക്കെ കണ്ടിടുന്നല്ലാതെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഇത്. സത്യം പറയാച്ചാൽ നല്ല ഭംഗിയാണിത്. വെള്ളമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രസമാവുന്ന എല്ലാവരും പറഞ്ഞത്. അങ്ങനെ നേരെ വായശാല ഞങ്ങൾ ഫസ്റ്റ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേപോലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്ത് അവിടെ ഒരുപാട് മങ്കികളൊക്കെ ഉണ്ടായിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് എൻ്റെ പേടികളൊക്കെ മാറിക്കിട്ടി. എനിക്ക് മങ്കീസിനെ, ഡോഗിനെ, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് ഇവരൊക്കെ കണ്ട് എൻ്റെ പേടി മാറി. ഇപ്പം ഞാൻ ചുരം കയറിയ സമയത്തൊക്കെ റൈഡ് ചെയ്ത് ചിലപ്പോൾ അവർക്കും ആര്യനും അർഷും കുറേ ഫ്രണ്ടിൽ പോയിട്ടുണ്ടാവും, ഞാനും ആര്യനും ബാക്കിൽ വരുന്നുണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ, ആ ചുരത്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഒറ്റക്കേക്കരും കുരങ്ങന്മാരുണ്ടാവും. എനിക്കൊരു പേടി ഉണ്ടായില്ല. ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിന്. എനിക്കൊരു പേടി ഉണ്ടായില്ല. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സത്യം പറയാച്ചാൽ ഇവിടെയൊക്കെ വെള്ളമുള്ള സമയത്തും വെള്ളമില്ലാത്ത സമയത്തും 2 രീതിയിലാവും. ഞങ്ങളിപ്പോൾ ചെല്ലുന്നത് വെള്ളമില്ലാത്ത സമയത്താണ്, എന്നാൽ പോലും നല്ല ഭംഗിയുണ്ടായിന് അവിടെ കാണാൻ. പിന്നെ പൊതുവെ സീസൺ ഇല്ലാത്തതുകൊണ്ടേക്കരം ആളുകളും കുറവേനി. പിന്നെ ഇവിടെ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കലുണ്ട് ആന ഇറങ്ങിയിട്ടും. അവിടെയൊക്കെ അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അതിനെ കൂടെ ഈ ഒരു കമ്പിവേലിട്ട് അതിനെ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ആന കയറിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് ഇതേപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല രസമായി മഴയൊക്കെ പെയ്ത് ആ ഒരു ആംബിയൻസിൽ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയില്ല. അത്യാവശ്യം അവിടെ ഇരുന്ന് കാണാനുണ്ട് നമുക്ക്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ അവിടെ ആസ്വദിച്ചിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കവിടെ പോയി കാണാൻ പറ്റും വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഈ ഒരു യാത്രയിൽ. എന്തായാലും അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മാഷി നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ പോയി കാണാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് ആലോചിക്കും അവിടെ പോകണമെന്നുള്ളത്, നമ്മൾ റിസ്ക് എടുക്കണോ ഫാമിലി ആയിട്ട് എന്നുള്ളത്. അപ്പോൾ പൊതുവേ അവിടെ ആന ഇറങ്ങണേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ട് തന്നെ അതിനെക്കൂടെ സൈക്കിളെടുത്ത് ഫാമിലി ആയിട്ട് ആ ടൈമിൽ നമ്മൾ പോകാൻ ചാൻസ് കുറവേന്. പക്ഷേ ഇതിങ്ങനെ പോയി കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. പീസായിട്ടുള്ള നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നല്ലൊരു ആംബിയൻസിൽ അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രസമായിട്ട് പോയി. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പോയിരുന്നു. അപ്പോൾ പോലുള്ളൊരു ക്ലൈമറ്റ് അവിടുത്തെ ഇതാണ്. അപ്പോൾ നൈസാണ്. നമുക്ക് ഏത് സീസണിൽ അവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളവിടെ പിടിച്ചെടുത്താൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പോരാത്തിന് മഴയും പെയ്തു, അതാണ് ഒന്നും കൂടി ഉള്ള ഹൈലൈറ്റ്. ഇതുവരെ നമ്മൾ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മാസമൊക്കെ ആയിട്ടും നമുക്ക് അങ്ങനെ മഴ എവിടെയും കിട്ടിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ണൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ പോണിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനെയൊക്കെ മഴ പെയ്തതിന്. പക്ഷേ നമുക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ തൃശ്ശൂർ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തുമ്പോഴാണ് നമുക്ക് മഴ കിട്ടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ടായിന്. ഇതിനെ കൂടെ നടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആനകൾ നശിപ്പിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഈ വാട്ടർഫാൾസ് കാണുന്ന അവിടെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഫുള്ള് വൈറ്റ് കളറാവുന്ന പറഞ്ഞത്. മാഷി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഓരോ സീസണിലും അവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലല്ല ആദ്യം ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു അത്ര. പിന്നെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയതിന് ശേഷമാണ് അവിടെ ഒരു വെയിൽ കമ്പിയൊക്കെ കെട്ടിയിട്ട് കമ്പിയല്ല അങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയത്. തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥലം പറഞ്ഞ അതിരപ്പള്ളി അല്ലേ? നേരത്തെ തെറ്റി പറഞ്ഞിട്ടല്ലെങ്കിൽ നിങ്ങളോട് പിന്നെ ചോദിക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നു. നിങ്ങൾ ഭയങ്കരേ നോക്കിക്കോ എനിക്ക് പോകാം.
നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ താഴോട്ട് പോയില്ല. താഴോട്ട് ഇറങ്ങാൻ പറ്റും, നമുക്ക് വാട്ടർഫാൾസിൻ്റെ അടിയിൽ വരെ പോകാൻ പറ്റും. അവിടെ കാര്യമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് ഫോട്ടോഷൂട്ടിനും അങ്ങനെയൊക്കെയാണ്. നമ്മളവിടെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ട് താഴെ പോയി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആരിന് വയ്യാത്തതും മഴ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടും പിന്നെ ടൈമും ഉണ്ടായില്ല താഴെ പോയിട്ട്. പിന്നെ അവിടെ നിന്ന് ഒരുപാട് കയറി പോരാനുണ്ട്. അപ്പോൾ അത് സമയമില്ലാത്തതുകൊണ്ട് തന്നെ താഴെ പോയിട്ട് കണ്ടില്ല. ഞങ്ങൾ മുകളിൽ നിന്നിട്ട് തന്നെ കണ്ടു, ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അവിടെ പിന്നെ വേറൊരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് ചെറുതായിരുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കായലിനെ കൊണ്ട് സെയിം പ്ലേസിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തു. അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കുറച്ച് നേരം ചുറ്റി കണ്ടിട്ട് മാഷ് ഇങ്ങോട്ട് താഴത്തേക്ക് പോന്നിട്ടുണ്ടായില്ല, കാറിൽ വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. വൈഫും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവരെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ്, വെജാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ സൈക്കിള് മാഷ വണ്ടിയിൽ കയറ്റിയിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ ആര്യന് വയ്യല്ലോ, അപ്പോൾ രാത്രി ആയതുകൊണ്ട് മാഷ പറഞ്ഞു ഒരു സൈക്കിൾ ഇതിൽ കയറ്റാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറ്റിയിട്ട് നേരെ കാഹിലും ഇക്കും സൈക്കിളിൽ വന്നു. ഞാനങ്ങനെ അവരെ കൂടെ കാറിൽ പോന്ന് ആര്യന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഫ്രഷ് ആക്കി അവിടെ കടത്തി. പിന്നെ അവന് ഒന്ന് വയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഫുഡ് വല്ലാണ്ട് കഴിച്ചില്ല. അപ്പോൾ അവന് കഞ്ഞി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി അവന് വേണ്ടിയിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞി അതേപോലെ തന്നെ ഉറുമാമ്പയൊക്കെ കഴിച്ചിട്ട് അവൻ അങ്ങനെ ഇരുന്നു. ശരിക്കും ഇങ്ങനെ നമുക്ക് ഒരു യാത്രൻ്റെ ഇടയിൽ വീടുകളിൽ നിൽക്കുമ്പോൾ അവർക്കൊന്നും കൂടി ഒരു ഹോംലി ഫീൽ കിട്ടുമല്ലോ. നമുക്ക് വേണ്ടതൊക്കെ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ കഞ്ഞിയും ഇതേപോലെ ഉറുമാമ്പയും അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കുട്ടികൾക്ക് എപ്പോഴും വയ്യാതിരിക്കുമ്പോൾ ഓരോ ഫുഡ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യാത്രയിലും കൂടി ആകുമ്പോൾ ഓരോ ഫുഡ് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനേക്കരം. മാഷ് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പറയാനുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷൻ ഓഫ് മാഷ് നല്ലൊരു സൈക്ലിസ്റ്റാണ്. പിന്നെ വീടും തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വീടിൻ്റെ ഒരു ഹോം ടൂർ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. നമുക്കിങ്ങനെ കൂടുതൽ ഇനി അടുത്ത വീഡിയോയിലൊക്കെ മെച്ചപ്പെടുത്താം. അപ്പോൾ അതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.